നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ രാജകുമാരി ആൻഡ്രൂവും വെർജീനിയ ജെഫ്രിയും ഒപ്പമുള്ള ചിത്രം യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഇമെയിൽ പുറത്തുവന്നു. ഗ്ലെസൈൻ മാക്സ്വെൽ അയച്ചതെന്ന് കരുതുന്ന ഇമെയിൽ എപ്സ്റ്റീൻ ഫയലുകളുടെ പുതിയ രേഖകളുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ചതാണ്. ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന തലക്കെട്ടോടുകൂടി 2015 ദി മാക്സ്വെൽ എന്ന പേരിൽ ജെഫ്രി എപ്സ്റ്റീനിലേക്ക് അയച്ച ഈ സന്ദേശത്തിലാണ് ചിത്രത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. ഇമെയിലിൽ മാക്സ്വെൽ പറയുന്നത് 2001 താൻ ലണ്ടനിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാഗത്ത് പേരും അയച്ചിരുന്നു. തന്റെ ചില സുഹൃത്തുക്കളെ അതിൽ പ്രിൻസ് ആൻഡ്രൂവിനെയും കണ്ടുമുട്ടിയെന്നും വെർജീനിയ ജെഫ്രിക്ക് സുഹൃത്തുക്കളെയും കുടുംബത്തെയും കാണിക്കുവാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആണ് ഇതെന്നുമാണ്. 2025 ഏപ്രിൽ ആത്മഹത്യ ചെയ്ത വെർജീനിയ ജെഫ്രോ കൌമാരപ്രായത്തിലായിരിക്കെ മുൻ രാജകുമാരനൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ മുൻ രാജകുമാരൻ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയും ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സാമ്പത്തിക വിദഗ്ധർ. ഇന്ന് ചേർന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗത്തിൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ നിലനിർത്തുമെന്നാണ് വിലയിരുത്തുന്നത്. അതായത് ബാങ്ക് നിരക്ക് 3.75% തന്നെ തുടരുവാനാണ് സാധ്യത എന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ബാങ്ക് നിരക്ക് 4% നിന്ന് 3.75% MPC കുറച്ചിരുന്നു. പലിശ നിരക്കുകൾ ക്രമാനുഗതമായി താഴോട്ടുള്ള വഴിയിലേക്ക് നീങ്ങുവാനാണ് സാധ്യതയെന്നും അന്ന് കമ്മിറ്റി സൂചന നൽകിയിരുന്നു. പണപ്പെരുപ്പം നിയന്ത്രിച്ച് 2% നിലനിർത്തുകയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രധാന ലക്ഷ്യം. ബാങ്ക് നിരക്ക് വായ്പകൾക്കും ഭവന വായ്പകൾക്കും ഈടാക്കുന്ന പലിശയെയും ബാങ്കുകളും ബിൽഡിംഗ് സൊസൈറ്റികളും നിക്ഷേപകർക്ക് നൽകുന്ന വരുമാനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം ഇപ്പോഴും ലക്ഷ്യനിരക്കിനേക്കാൾ ഉയർന്ന 3.4%. ഡിസംബർ പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള തീരുമാനം വളരെ ചെറുതായ ഭൂരിപക്ഷത്തോടെയായിരുന്നു MPC കൈക്കൊണ്ടത്. അന്ന് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയെക്കുറിച്ച് സൂക്ഷ്മമായ സമീപനമാണ് കമ്മിറ്റി സ്വീകരിച്ചത്. ലേബർ പാർട്ടി മുൻ MPയും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മരുമകളുമായ തുലിപ് സിദ്ദിഖ് അഴിമതി കേസിൽ ബംഗ്ലാദേശ് കോടതി 4 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. പ്രതികളുടെ അസാന്നിധ്യത്തിലാണ് വിചാരണ നടന്നത്. ആരോപണങ്ങളെല്ലാം പ്രതികൾ നിഷേധിക്കുകയും ചെയ്തു. ലണ്ടനിൽ ജനിച്ചു വളർന്ന ഇവർ 2015 മുതൽ ഹാംപ്സ്റ്റഡ് കെൽബേൺ മണ്ഡലങ്ങളെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. വിധി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ലേബർ പാർട്ടി ആരോപിച്ചു. 2025 ജനുവരിയിൽ ആരോപണങ്ങളെ തുടർന്ന് ഇവർ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. സൌത്ത് ഈസ്റ്റ് ലണ്ടനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ട്രെയിൻ പാളം തെറ്റിലും സിഗ്നൽ തകരാറിനെയും തുടർന്ന് പുറപ്പെടുവിച്ചിരുന്ന മുന്നറിയിപ്പ് പിൻവലിച്ചു. എങ്കിലും സർവീസ് തടസ്സങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. സദേൺ തേംസ് ലൈൻ ഗാറ്റ്വിക് എക്സ്പ്രസ് ട്രെയിൻ സർവീസുകൾ ഉപയോഗിച്ചുള്ള യാത്ര ഒഴിവാക്കണമെന്ന് യാത്രക്കാരോട് ഇന്നലെ രാവിലെ ആവശ്യപ്പെട്ടിരുന്നു. സൌത്ത് ഈസ്റ്റ് ലണ്ടനിലെ സെൽഹർസ്റ്റ് ഡിപ്പോയ്ക്കുള്ളിൽ ഉണ്ടായ ട്രെയിൻ പാളം തെറ്റിലും ലണ്ടൻ ബ്രാഡ്ഫീൽഡും നോർവുഡ് ജംഗ്ഷനും ഇടയിലുണ്ടായ സിഗ്നൽ തകരാറുമാണ് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഗാറ്റ്വിക് എക്സ്പ്രസ് സദേൺ തേംസ് ലിങ്ക് നെറ്റ്വർക്കിലുടനീളം എല്ലാ പാളങ്ങളിലും തടസ്സം നേരിടുകയാണെന്നും നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയോ 60 മിനിറ്റോളം വൈകി ഓടുകയോ ചെയ്യുന്നുണ്ടെന്നും റെയിൽ ഓപ്പറേറ്റർമാർ അറിയിച്ചു. ലെയ്സ്റ്ററിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപം വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 18 വയസ്സുള്ള യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ ബോണേഴ്സ് ലൈനുമായി ചേർന്ന ഭാഗത്ത് ഒരാൾ കുഴിഞ്ഞു വീണെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി 20 വയസ്സ് പ്രായമുള്ള യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ലെയ്സ്റ്റർ റോയൽ ഇൻഫർമറിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിച്ചതായി ലെയ്സ്റ്റർ ഷെയർ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഇരയുടെ കുടുംബത്തിനും ആവശ്യമായ സഹായം നൽകുന്നതായും അന്വേഷണത്തിൽ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ഡിമോൺഫോർഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ കാറ്റി നോണിംഗ്ടൺ അറിയിച്ചു. സംഭവത്തിന് മുമ്പ് ഇരയും മറ്റൊരു യുവാവും തമ്മിൽ വഴിയിൽ വാക്കേറ്റമുണ്ടായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം വേറൊരാൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. പ്രദേശത്ത് പോലീസ് അന്വേഷണം തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളോ ഡാഷ് ക്യാം ദൃശ്യങ്ങളോ ഉള്ളവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കവൻട്രിയിൽ നിന്ന് കാണാതായിരുന്ന മലയാളി യുവാവ് ജിഷ്ണു ജയകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മരണകാലം ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിഷ്ണുവിനെ അവസാനമായി കണ്ടത്. കവൻട്രിയിലെ കസബയ്ക്കടുത്തുള്ള സ്വാൻലിക് പരിസരത്താണ് വിഷ്ണുവിനെ അവസാനമായി കണ്ടത്. വിഷ്ണുവിനെ കണ്ടെത്തുന്നതിനായി ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ നൽകി മലയാളി സമൂഹം ശ്രമം നടത്തിയിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും നടത്തിയിരുന്നു.
സമീക്ഷ യുകെയുടെ 8ാം നാഷണൽ സമ്മേളനം മെയ് 2 നടക്കും. യുകെയിലെ വിവിധ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുക്കും. സംഘടനയുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, ഭാവി പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തുക, സംഘടനയുടെ ഘടനയും പ്രവർത്തന സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുക എന്നീ കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കലാ സാംസ്കാരിക പരിപാടികൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ, സംഘടനാ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. യുകെ മലയാളി സമൂഹത്തിന്റെ കൂട്ടായ്മയും ഐക്യവും പുരോഗമന നിലപാടുകളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയാകും ഇതെന്ന് നാഷണൽ കമ്മിറ്റി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കട്ടിലപ്പാളി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. സ്വാഭാവിക ജാമ്യം തേടിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ ഇതുവരെ 4 പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി. ബാനറുകളും പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭയിലെത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം സമരത്തിലാണെന്നും കേസിൽ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ പറഞ്ഞു. പ്രതിപക്ഷം ഉയർത്തിയ ബാനർ കഴിഞ്ഞ ദിവസം സഭയിൽ വാച്ച് ആൻഡ് വാർഡ് ബലമായി പിടിച്ചു നീട്ടുകയും അത് വാങ്ങുവാനാണ് എംഎൽഎമാർ ഡയസിൽ കയറിയതെന്നും വി.ഡി. സതീശൻ വിശദീകരിക്കുകയും ചെയ്തു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി.ജെ. റോയുടെ ആത്മഹത്യയിൽ അന്വേഷണം നടത്തുന്ന കർണാടക എസ്ഐടി സംഘം കേരളത്തിലേക്ക്. കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം എസ്ഐടി സംഘം പരിശോധിക്കും. വരും ദിവസങ്ങളിൽ എസ്ഐടി സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തുമെന്നാണ് വിവരം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.